നമസ്കാരം. കിരാത ഭരണമെന്ന് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിലെ ജനങ്ങൾക്ക്. കഴിഞ്ഞ 9.5 കൊല്ലങ്ങളായി ഈ കിരാത ഭരണമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അടിമകളല്ലാത്ത ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു പിണറായി ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കേരളത്തിലെ ജനങ്ങൾ അശക്തരാണ്. അതിലും ഭേദം ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നവരും ഒരുപാടുണ്ട്. ഇപ്പോൾ തന്നെ പലരും ജീവനൊടുക്കാത്തത് ഒരുപക്ഷെ നിവൃത്തികേട് കൊണ്ടായിരിക്കാം. പിണറായി വിജയൻ്റെയും പാർട്ടി നേതാക്കളുടെയും CPM-ൻ്റെയും കൊള്ളരുതായ്മകളെ എന്നും മൂർച്ചയേറിയ വാക്കുകളിലൂടെ എതിർക്കുന്നൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, സഖാവ് ജി ശക്തിധരൻ. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ശക്തിധരൻ സമൂഹ മാധ്യമത്തിലൂടെ പിണറായിയെയും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തെയും ഒക്കെ എതിർക്കാറുണ്ട്. പിണറായി വിജയൻ്റെ മന്ത്രിസഭയ്ക്ക് ഇനി സാധ്യതയില്ല എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ ദിവസം ശക്തിധരൻ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിരുന്നു. അതിങ്ങനെയായിരുന്നു: എന്തെങ്കിലും കൈക്കുറ്റപ്പാട് കൊണ്ടായാലും പിണറായി വിജയൻ്റെ ഒരു മന്ത്രിസഭയ്ക്ക് ഇനി സാധ്യതയില്ലെന്ന് മനസാക്ഷിയുള്ള ഏതൊരാൾക്കും ഉറപ്പിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ ചരിത്രം സുഭാഷ് കപൂർ പുറത്തു കൊണ്ടുവന്നതോടെ സ്വർണ്ണക്കൊള്ളക്കേസ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസുകളുമായിട്ടാണ് കേരള ഹൈക്കോടതി താരതമ്യ പഠനം നടത്തിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കോടതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ അടുത്ത ചില സുഹൃത്തുക്കളോട് ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്ന ചില തട്ടിപ്പുകളെക്കുറിച്ച് ഒരു മാസം മുൻപ് സ്വയം വിമർശനപരമായി സംസാരിച്ചപ്പോൾ അവരാരും അതിനെ ഗൗരവതരമായി എടുത്തില്ല. ഭഗവാനെ കാക്കുന്നവരിൽ അവർക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഭഗവാനെ ആരും ചതിക്കില്ല എന്നായിരുന്നു അവരുടെ ഉറപ്പ്. ജർമ്മനിയിലെ ജയിലിൽ തടവറയിൽ കിടക്കുന്ന സുഭാഷ് കപൂറിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. ദൈവത്തിനെ പോലും അടിച്ചു മാറ്റുന്ന കരവിരുതാണ് അവർക്ക്. ശബരിമല സ്വർണ്ണഖനിയാണ്. ആ നിധി പരിപാലിക്കുന്നതിലെ അലംഭാവം കുറ്റകരമാണ്. ഒരു മാസം മുൻപ് ഞാൻ ഉയർത്തിയ ആശങ്കയ്ക്ക് മുഖ്യ കാരണം രാഷ്ട്രീയം തന്നെയാണ്. CPM-ൻ്റെ അണ്ടകടാഹത്തിൽ കോടികളുടെ നിക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള ഭൂലോക മാഫിയകളെക്കുറിച്ച് ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടുന്നതുവരെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ ഇത്രയേറെ കോടികൾ തരപ്പെടുത്തുമെന്ന് ആരെങ്കിലും സംശയിച്ചിരുന്നോ? CPM ശബരിമല കേന്ദ്രീകരിച്ച് സമാന്തര സമ്പദ്ഘടന നിശബ്ദമായി കെട്ടിപ്പടുത്തിയിട്ടുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ആ അണ്ടകടാഹമാണ് ഈ കുടുംബത്തെ പോറ്റുന്നത് എന്ന് ആരറിഞ്ഞിരുന്നു? തലസ്ഥാനത്ത് നിരന്തരം ശബരിമലയിൽ നിന്ന് വന്നുപോകുന്ന വാഹനങ്ങൾ പ്രത്യേക ദൗത്യം നിർവഹിക്കുകയാണ്. പിണറായി വിജയൻ ജസ്റ്റിസ് K. സുകുമാരൻ പറഞ്ഞതുപോലെ ലക്ഷണമൊത്ത മാഫിയയാണ്. കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ വിധി അതിന് ദൃഷ്ടാന്തമാണ്. ശബരിമലയിൽ ഈ മാഫിയയെ നിഴൽ പോലെ പിന്തുടരുന്ന സംവിധാനങ്ങളുണ്ട്. ഒറ്റ ഉദാഹരണം എടുത്തുകാട്ടാം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച M. ശിവശങ്കർ IAS ആരായിരുന്നു? അഴിമതിയുടെ ലാഞ്ചന പോലും അദ്ദേഹത്തിൽ പുരണ്ടിരുന്നില്ല. CM രവീന്ദ്രൻ്റെ നിശബ്ദ പരിശീലനമാണ് അദ്ദേഹത്തെ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനും അഴിമതിക്കാരനുമാക്കി മാറ്റിയത്. CPIയുടെ MN സ്മാരകത്തിലെത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി M. ശിവശങ്കർ കയറിയിറങ്ങിയത് ഓർമ്മയുണ്ടോ? അവിടെ തുടങ്ങി M. ശിവശങ്കറിൻ്റെ അധപതനം. എന്നിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൈവിട്ടില്ല. ഇതൊരു തഞ്ചമായും ശിവശങ്കറിൻ്റെ മാംസദാഹത്തിൻ്റെ മുതലെടുപ്പുമായും മാറി. ഇദ്ദേഹത്തിൻ്റെ ദുർനടപ്പിനെക്കുറിച്ച് മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒരു അക്ഷരം പറയുന്നത് കേട്ടിട്ടുണ്ടോ? M. ശിവശങ്കറിന് കോടികൾ മതി, വിലപിടിച്ച മദ്യം മതി, അഭിസാരികമാരെ മതി. അതെല്ലാം ആവോളം എടുത്തോളാൻ മുഖ്യമന്ത്രിയുടെ അനുവാദമുണ്ട്. ഇത്ര നാറി പുഴുത്തു ചീഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നിശംസനെ കണ്ടിട്ടുണ്ടോ? തന്തയ്ക്ക് പിറന്ന ഏതെങ്കിലും നേതാവുണ്ടോ ഇത് വിളിച്ചു പറയാൻ? ജഡ്ജിക്ക് പോലും കാരുണ്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നു. അതൊരു ആദർശത്തിൻ്റെ പേരിലാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ ഇളയ മകൾ 3 ദിവസമായി ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി ജർമ്മനിയിലാണ്. സ്വാഭാവികമായും ജഡ്ജിയുടെ ക്ഷോഭം കണ്ടപ്പോൾ എനിക്കും കൗതുകം തോന്നി. എനിക്ക് പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ജോലി ചെയ്യാനാകുന്നില്ല. എന്നാലും വാർത്തകൾ കാണുമ്പോൾ വല്ലാത്ത വികാര വിക്ഷോഭമാണ്. എന്തായാലും തൂലിക താഴെ വച്ചിട്ടില്ല. മരണത്തോടൊപ്പമേ അവസാനിക്കൂ. എങ്കിലും ആശയപരമായി നിശ്ചയദാർഢ്യമുള്ള കൂട്ടായ്മ ലാഭേച്ഛയില്ലാതെ ഏതെങ്കിലും സുമനസ്സുകൾ രംഗത്ത് വന്നാൽ ഒപ്പം ഞാനും ഉണ്ടാകും. ജർമ്മനിയിൽ ശിക്ഷിച്ച സുഭാഷ് കപൂർ ചെറിയ മീനല്ല. ജർമ്മനിയിൽ ക്ഷേത്രകലാവസ്തുക്കൾ മോഷ്ടിച്ച് ജയിലിൽ കഴിയുന്ന കൊള്ളക്കാരൻ സുഭാഷ് കപൂറിൻ്റെ കഥ ജഡ്ജിമാർ വിവരിച്ചപ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥ ഓർത്ത് മാനഹാനി തോന്നി. ഭരണത്തലവനല്ലേ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയുടെ നിസ്സംഗത ഹിന്ദു മതവിശ്വാസികളിൽ സൃഷ്ടിക്കുന്ന മുറിവ് ചെറുതല്ല. ഒരക്ഷരമെങ്കിലും മുഖ്യമന്ത്രി ആരോടെങ്കിലും അന്വേഷിച്ചോ? PM ശ്രീ കുറ്റസമ്മതവും ക്ഷേമ പദ്ധതികളുടെ പെരുമ്പറകളുടെ പടഹധ്വനിയും നടൻ മമ്മൂട്ടിയിൽ നിന്ന് ലഭിച്ച കോൾ ഷീറ്റും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമെല്ലാമായി മുഖ്യമന്ത്രി അരങ്ങു തകർത്തപ്പോൾ സത്യത്തിൽ കാറ്റൊന്ന് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മാറി വീശുകയാണോ എന്ന് ചിന്തിച്ചുപോയി. ഒരു നൃശംസനാണ് ഒപ്പമുള്ളതെന്ന് ആരും ഓർത്തില്ല. അയ്യപ്പനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ കടത്തിയത് എന്ത് ധൈര്യത്തിലാണ്? സ്വർണം മാഞ്ഞതായാലും മറിഞ്ഞതായാലും അപ്രമാദിത്വം ഇത്രയ്ക്കാകാമോ? മുഖ്യമന്ത്രി ഇന്നലെ സമാധാനമായി ഉറങ്ങിയിട്ടുണ്ടാകുമോ? ഇന്നത്തെ പത്രം വായിച്ചാലറിയാം സുഭാഷ് കപൂറിനെ പോലുള്ള വില്ലാളികളുടെ വികൃതികൾ എങ്ങനെ കാരണഭൂതൻ്റെ ഉറക്കം സ്വൈര്യം കെടുത്തുന്നു എന്ന്.
എനിക്ക് ഈ ലേഖനം പൂർത്തിയാക്കാൻ ശേഷിയില്ല, ക്ഷമിക്കുക എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടാണ് ശക്തിധരൻ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളോളം AKG സെന്ററിലും ദേശാഭിമാനിയുടെ ഓഫീസിലുമൊക്കെ ഇടപഴകിയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ശക്തിധരൻ. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് ചിലരുടെ നെഞ്ച് വരഞ്ഞു കയറാനുള്ള മൂർച്ചയുണ്ട്.